ബോയ്സ് കേൾക്കുന്നുണ്ടോ? ഹലോ. ബ്രേക്ക് 15 minutes അല്ല, ബ്രേക്ക് കഴിഞ്ഞില്ല, ടൈം കഴിഞ്ഞില്ലേ? ഓക്കെ. നൗ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു സെക്കൻഡ് കണ്ടീഷനും കൂടി ഉണ്ട്. ആ സെക്കൻഡ് കണ്ടീഷൻ കൊടുത്ത് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കൂലേ? ഇല്ലേ? സെയിം വേ. നമ്മൾ ആദ്യം ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ആനുലസ് ഫിക്സ്ഡ്. സോ ദ ഡാറ്റ ഫോർ ദി ആനുലസ് ഇസ് ഗിവൺ ആസ് 0 and you are finding out the value of x because y is already given. Second condition എന്തായിരുന്നു? You are asked to fix the wheel and then find the speed of annulus. So അതിൽ എന്ത് ചെയ്യണം? From the tabular column take the data corresponding to അല്ലെങ്കിൽ final data for the speed of wheel. അത് equal to 0 കൊടുക്കുക. Y will still remain as 100 rpm. So from the new equation find out x, a new value for x. So when we obtain y and x, then what we have to do? Take the data corresponding to the speed of annulus from the table, substitute values of y and x for that one, and directly find out the speed of wheel. കിട്ടൂല അത്? Okay. Now look at the figure which I have drawn on the board. ആ ഫിഗറിലെ ആൽഫബറ്റ്സ് വായിക്കാൻ പറ്റുന്നുണ്ടോ? Can you locate B, C, A, F, E and D? ഈ കാര്യങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? B, C, A, F, E, D കാണുന്നുണ്ടോ ഏതൊക്കെയാന്നുള്ള? Yes, sir. Okay. And an arm is also shown in the figure. ഈ ക്വസ്റ്റ്യൻ 2018 ഡിസംബർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഐ ജസ്റ്റ് റീഡ് ഔട്ട് ദ ക്വസ്റ്റ്യൻ, എന്നിട്ട് ആവശ്യമുള്ള ഡാറ്റ നമുക്ക് ബോർഡിൽ എഴുതി വെക്കാം. ഓക്കെ. നൗ ലുക്ക് അറ്റ് ദ ഫിഗർ ആൻഡ് ലിസൺ കെയർഫുള്ളി ടു വാട്ട് ഐ എം ഗോയിങ് ടു റീഡ്. ഓക്കെ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അതായത് ഞാൻ വായിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സും ആ ഫിഗറും തമ്മിൽ ഒന്ന് റിലേറ്റ് ചെയ്യാൻ നോക്കും. കേൾക്കുന്നില്ല എല്ലാവർക്കും? Okay. Now listen carefully. An internal wheel, capital B, with 80 teeth, 80 teeth, is keyed, K-E-Y-E-D, keyed to a shaft F. An internal wheel B with 80 teeth is keyed to a shaft F. അതിന്റെ അർത്ഥം എന്താ? ബി എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ ഗിയർ ആണ്, ഇന്റേണൽ വീലാണ്, ഗിയർ ആണ്. ആൻഡ് ദ ഷാഫ്റ്റ് ഓൺ വിച്ച് ഇറ്റ് ഈസ് മൗണ്ടഡ് ഈസ് എഫ്. സോ എഫ് എന്ന് പറയുന്നത് എന്താ? ലെഫ്റ്റ് സൈഡിലുള്ള ഷാഫ്റ്റ് ആണ്. A fixed internal wheel C, capital C, അതെന്താണ്? It is another internal wheel which is fixed. A fixed internal wheel C with 82 teeth, 82, with 82 teeth is concentric with B. B എന്ന ഇന്റേണൽ വീലുമായിട്ട് കോൺസെൻട്രിക് ആയിട്ട് മറ്റൊരു ഫിക്സ്ഡ് ഇന്റേണൽ വീൽ സി തന്നിട്ടുണ്ട്, വിച്ച് ഹാസ് 82 നമ്പർ ഓഫ് ടീത്ത്. ഇത്രയും ഞാൻ വായിച്ചത് അണ്ടർസ്റ്റാൻഡബിൾ ആണോ? Have you understood? Sure. ഞാൻ ഫസ്റ്റ് ഭാഗേ വായിച്ചിട്ടുള്ളൂ. അതായത് ഐ എം ടോക്കിംഗ് അബൌട്ട് ബി ആൻഡ് സി. ബി എന്താണ്? ബി ഈസ് ആൻ ഇന്റേണൽ വീൽ വിച്ച് ഈസ് മൗണ്ടഡ് ഓൺ ദ ഷാഫ്റ്റ് എഫ്. എഫ് എന്ന ഷാഫ്റ്റിന്റെ മേലെയാണ് ബി ഉള്ളത്. അതൊരു ഇന്റേണൽ ഗിയർ ആണ്. നമ്പർ ഓഫ് ടീത്ത് 80 ആണ്, 80 ആണ്, 80. തൊട്ടിപ്പുറത്തുള്ള എന്താ? സി ആണ്, ക്യാപിറ്റൽ സി. സി എന്താണ്? ഇറ്റ് ഈസ് അനദർ ഇന്റേണൽ വീൽ വിച്ച് ഈസ് ഫിക്സ്ഡ്. സി ഈസ് എ ഫിക്സ്ഡ് ഇന്റേണൽ വീൽ വിത്ത് 82 number of teeth. It is concentric to B. Okay, next. A compound wheel DE, capital D, capital E,
അത് രണ്ടും എന്താണ്? കോമ്പൗണ്ട് വീലാണ്. ഗിയേഴ്സ് വിത്ത് ദ 2 ഇന്റേണൽ വീൽസ്, 2 ഇന്റേണൽ വീലുമായിട്ട് ഈ കോമ്പൗണ്ട് ഗിയേഴ്സ് മെഷ് ചെയ്യുന്നുണ്ട്. അതാണ് ആ പറഞ്ഞത്. ക്യാപിറ്റൽ ഡി ഹാസ് 28 teeth which gears with C. ക്യാപിറ്റൽ ഡി സി എന്ന ഇന്റേണൽ ഗിയറുമായിട്ട് മെഷ് ചെയ്യുന്നു. വൈൽ ക്യാപിറ്റൽ ഇ ഗിയേഴ്സ് വിത്ത് ബി. ക്യാപിറ്റൽ ഇ ബി എന്ന ഇന്റേണൽ ഗിയറുമായിട്ടാണ് മെഷ് ചെയ്യുന്നത്. The compound wheels revolve freely on a pin which projects from a disc keyed to a shaft capital A, coaxial with F. അതായത് ദ കോമ്പൗണ്ട് വീൽ DE എന്ന കോമ്പൗണ്ട് ഗിയർ സിസ്റ്റം അവർ ഫ്രീ ആയിട്ട് റിവോൾവ് ചെയ്യുന്നു. എവിടെ? ഒരു പിന്നിന്റെ മേലെ. യു ക്യാൻ സീ എ പിൻ ഇൻ ബിറ്റ്വീൻ ഡി ആൻഡ് ഇ. ഡിന്റെ ഇന്റെ ഇടയിൽ ഒരു പിന്ന് കാണുന്നില്ലേ? കാണുന്നില്ലേ? ഈ പിൻ എവിടെയുള്ളത്? പിൻ ഈസ് കീഡ്, KEYED. കീഡ് എന്ന് പറഞ്ഞാൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ? ഓൺ എ ഡിസ്ക്. ഒരു ഡിസ്കിന്റെ മേലെയാണ് പിന്ന് വെച്ചിട്ടുള്ളത്. പിന്നൊരു ഡിസ്ക് എന്നാണ് പ്രൊജക്ട് ചെയ്യുന്നത്. ആ ഡിസ്ക് എവിടെയാണ്? ഡിസ്ക് ഈസ് കീഡ് ടു ഷാഫ്റ്റ് എ. ഷാഫ്റ്റ് എയുമായിട്ട് ഒരു ഡിസ്ക് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡിസ്ക് ഈസ് നത്തിങ് ബട്ട് ദി ആം. ആ ഗിവൺ ആമിനെയാണ് അവർ ഡിസ്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി ഷാഫ്റ്റ് എ എങ്ങനെയാണ്? ഷാഫ്റ്റ് എ ആൻഡ് ഷാഫ്റ്റ് എഫ് ആർ കോ ആക്സിയൽ. ഒരേ ആക്സിസ് ആണ്. രണ്ട് ഡിഫറെന്റ് ഷാഫ്റ്റ് ആണ്, ബട്ട് ദേ ആർ കോ ആക്സിയൽ. ഇഫ് ദ വീൽസ് ഹാവ് ദ സെയിം പിച്ച് ആൻഡ് ദ ഷാഫ്റ്റ് എ മേക്സ് 800 RPM, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ഷാഫ്റ്റ് എഫ്? എല്ലാ ഗിയറുകളും ഇഫ് ദേ ആർ ഹാവിംഗ് സെയിം പിച്ച് and shaft A is making 800 RPM. shaft A 800 RPM make ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. What is the speed of shaft F? shaft F ന്റെ സ്പീഡ് എത്ര എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, റിലവന്റ് ആയിട്ടുള്ള ഡാറ്റ ഐ റൈറ്റ് ഡൗൺ ഓൺ ദ ബോർഡ്. ഞാൻ വരച്ച കണ്ടീഷൻസും ആ ഫിഗറും തമ്മിൽ ഒന്ന് ആലോചിക്കുക.
Can you see the written data on the board? കാണുന്നുണ്ടോ? Written data കാണുന്നുണ്ടോ? Yes, sir. Yes, sir. Write down that. Given ആണ്, ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയില്ല, കണ്ടീഷൻസ് എഴുതിയില്ല. ഓക്കെ, എന്താ ഫസ്റ്റ് വൺ എന്താ? B is an internal wheel having 80 teeth. B is mounted on the shaft F. Now C is given as a fixed internal wheel which is having 82 number of teeth. B and C are concentric to each other. DE is a compound wheel. Adil D gears with C and E gears with B. D has 28 teeth. 28. D and E revolve freely on a pin which projects from a disc keyed to shaft A. Keyed, keyed to shaft A. Shaft A and shaft F are coaxial. These are the given data. Now I will write down the given condition. Question like given condition ഞാൻ എഴുതാം. If shaft A makes 800 RPM, find the speed of shaft F. That is the question which is given. എല്ലാവരും നോട്ട് ചെയ്ത ഇത് ഈ ന്യൂമറിക്കലും കൂടി ഡിസ്കസ് ചെയ്തിട്ട് we'll jump into the last section of module 5. Okay, so I have to finish this numerical today. വരച്ചെടുത്തോ? വരച്ചും എഴുതിയും എടുത്തോ ഡാറ്റ? ഏതാ? ഓക്കെ ചെയ്തോ.
എഴുതിയോ? Boys. Yes, sir. Yes, sir. Yes, sir. So TB is equal to 80. TC is equal to 82. TD is equal to 28. TE is unknown. Then, okay, TE is unknown. B, C, D, E. Okay, fine. Now tell me, what will be the first thing that you're going to do? What will be the very first step that you'll be doing? Para. ഫിഗറിനെ കുറച്ചും കൂടി ഈസി ആക്കിയിട്ട് കേൾക്കുന്നില്ല. ഫിഗറിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് വരും. Very good, very good, very good. Correct point ആണ്. See, you can directly go for doing or solving this one using the tabular method. For that, specifically speaking, this one is enough. See, it's the lateral view which is given, but still, or the section view which is given, but this might be enough to do the numerical. But what you have to think initially is, how can we simplify the numerical or simplify the given geometry? This simplify endikil endha cheyande? How can you simplify this one? Engane simplify cheya? Which is the easiest way in which we can depict such a geometry? ഈ construction geometry നമുക്ക് മനസ്സിലാവുന്ന കുറച്ചും കൂടി എളുപ്പമുള്ള വഴി ഏതാ? Top view. Very good. Top view, or specifically speaking for this one, it won't be the top view. It will be the side view. If you take this one as the sectioned front view, if you look at from this side, what you will see? അതാണ് നമുക്ക് വേണ്ടത്, അല്ലേ? Am I right or not? Yes, sir. That means നിങ്ങൾ പറഞ്ഞ എന്താ? The circular diagram, അല്ലേ? That's what you are intending to say, അല്ലേ? Circles വരച്ചിട്ടുള്ള diagram അല്ലേ ഉദ്ദേശിക്കുന്നത്? Okay, for this one, this particular figure that which is given in the question, that circular figure will be what? It will be the left side or the right side view which you have to draw. നമ്മൾ പണ്ട് ഗ്രാഫിക്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലേ? If this is the front view, front view ന്റെ താഴെ ആയിരിക്കും top view വരിക, and towards the right and left side of the front view എന്തായിരിക്കും ഉണ്ടാവുക? The side views of the figure ആണ്. So if I draw the side view of this one, any one of the side view, അതെങ്ങനെയാണ്? How will be? How it will be? അവിടെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്? See, these are some trick parts which is given in the question. See, when you look at the figure, you will get an impression that B and C are having the same size, അല്ലേ? But B യും C യും same size ആണോ? ആലോചിച്ച് നോക്കിയാ. അല്ല. Reason എന്താ? How do you get the Number of teeth. Very good, very good. Number of teeth. For B it is 80 and for C it is 82. So obviously what you have to think, for lesser number of teeth, the pitch circle diameter will be lesser, and for more number of teeth, it will be a bigger one. Adana basically ആദ്യം മനസ്സിലാക്കേണ്ടത്. So if we convert this one into circular figures, I'll draw a bigger circle first. ഈ വലിയ സർക്കിൾ എന്തായിരിക്കും? This will be my first annulus, or this will be C. Concentric to C, what I have to draw? B വരക്കണം, അല്ലേ? I'll draw a concentric circle. See, ഇതിലൊന്നും ഒരു മാർക്ക് പോലും ലൂസ് ചെയ്യാൻ പാടില്ല, കാരണം കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുന്നതാണ്. Don't make any careless mistakes. Do the thing carefully. So the second concentric thing will be my second internal gear, which is nothing but B.
അല്ലേ? സോ സി ആയി ബി ആയി. ഇനി എന്താ വേണ്ടുന്നത്? വാട്ട് ആർ ദ നെക്സ്റ്റ് കോമ്പണൻസ്? വാട്ട് ആർ ദ നെക്സ്റ്റ് കോമ്പണൻസ്? Compound gear D. വെരി ഗുഡ്. കോമ്പൗണ്ട് ഗിയർ ഉണ്ട് അല്ലേ? കോമ്പൗണ്ട് ഗിയർ ഉണ്ട്. ഡി ആൻഡ് ഇ. ഹൗ വിൽ ഐ ഡ്രോ ദ കോമ്പൗണ്ട് ഗിയർ ഇൻ ദിസ് സിസ്റ്റം? ഏത് രീതിയിൽ ഞാൻ കാണിക്കുക? അതിനാണ് ആ ക്വസ്റ്റ്യനിലെ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സിലെ ഈച്ച് സെന്റൻസ് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. സി ഡി ഗിയേഴ്സ് വിത്ത് സി വൈൽ ഇ ഗിയേഴ്സ് വിത്ത് ബി. സോ ആ രീതിയിലായിരിക്കണം വരക്കേണ്ടത്. കീപ്പിംഗ് ഇൻ മൈൻഡ് ദാറ്റ് ഡി ആൻഡ് ഇ ആർ കോമ്പൗണ്ട് ഗിയേഴ്സ് ആസ് വെൽ ആസ് കോൺസെൻട്രിക് ഗിയേഴ്സ്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ they will be definitely concentric. സോ ആ രണ്ട് ഗിയേഴ്സും കാണിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ഡി ഷുഡ് ഇൻ ഫാക്ട് മെഷ് വിത്ത് സി അല്ലേ? സോ ഞാൻ എന്ത് ചെയ്യും? ലെറ്റ് മീ ഡ്രോ ഇത് ഡി ആണെങ്കിൽ ദിസ് വിൽ ഡെഫിനറ്റ്ലി മെഷ് വിത്ത് വിച്ച് വൺ? സി ഇല്ലേ? മെഷ് ചെയ്യില്ലേ? Yes, sir. ഫൈൻ. നൗ കോമ്പൗണ്ട് വീൽ അടുത്ത ഇ ആയിരിക്കണം അല്ലേ? ഇ ഷുഡ് മെഷ് വിത്ത് ബി. സോ ഇത് ബി ആണെങ്കിൽ ബിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ കോൺസെൻട്രിക് ടു ദ ഫസ്റ്റ് ഡ്രോൺ സർക്കിൾ ഐ വിൽ ഡ്രോ ബി, സോറി ഇ. So now this becomes my gear D, this becomes my gear E. Correct അല്ലേ ഈ വരച്ചത്? Yes, sir. So if you look at this side, ഇവിടെ നിന്നാണ് കാണുന്നെങ്കിൽ ഇത് ഇത്രയും സ്പെസിഫൈ ചെയ്യണ്ട. കാരണം എന്താ? ഈ ഫിഗർ is simply for making oneself more clear. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ വരച്ചാലും വരച്ചില്ലെങ്കിൽ ഇറ്റ് ഡസന്റ് മാറ്റർ. നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി മാത്രം. ബട്ട് ആസ് എഞ്ചിനീയേഴ്സ് നമ്മൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് വരക്കുമ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് കൃത്യമായി ചെയ്യണമെന്നൊന്നുമില്ല. ഓക്കെ, ഇവിടുന്ന് നമ്മൾ നോക്കി കാണുമ്പോൾ ആദ്യം കാണുന്നത് എന്താ? ബി ആണല്ലേ? സോ ബി ഫുൾ ആയിട്ട് കാണും, തിക് ലൈൻസിൽ കാണും. പിന്നെ സി ആണ്. സി ഇതിന്റെ ബാക്കിലാണ്, സോറി ഇ ആണ്. ഇ കംസ് ബിഹൈൻഡ് ദിസ് വൺ. സോ അത് ഇഫ് യു ഷോ ഇൻ ഡോട്ടഡ് ലൈൻസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് കംസ് ബിഹൈൻഡ് ബി. പിന്നെ ഡി ആണ്. ഡി സ്റ്റിൽ ബിഹൈൻഡ് ആണ്. സി ഇസ് എ ബിഗർ വീൽ, സോ സി കംപ്ലീറ്റ് ആയിട്ട് കാണും. ഈ രീതിയിലും കൂടി ഒന്ന് ആലോചിക്കുക. ഫോർ ദ ടൈം ബീങ് നമുക്ക് ജസ്റ്റ് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം. ഓക്കെ, വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് ഞാൻ ഡീനെ ജസ്റ്റ് ഒന്ന് ഡോട്ടഡ് ലൈൻസിലേക്ക് മാറ്റുന്നതാണ്. കാരണം ഡി കംസ് ബിഹൈൻഡ്. ഡീനെ മാത്രം ഞാൻ ചേഞ്ച് ചെയ്യണം. ഓക്കെ, സോ ഓൾ ദ സർക്കുലർ കോമ്പണൻസ് ആർ റെഡി അല്ലെ? ഗിയർ ഇന്റേണൽ വീൽ ബി ഉണ്ട്, ഇന്റേണൽ വീൽ സി ഉണ്ട്. വി ഹാവ് ദ കോമ്പൗണ്ട് വീൽ ഡി ആൻഡ് ഇ. ഇനി എന്താ ഇതിൽ? വാട്ട് ഇസ് ദ മിസ്സിംഗ് തിങ്? Arm ഉണ്ട്. Very good. So D and E are compound wheel which are what they revolve freely on a pin. That's what is given in the question അല്ലേ? So within the center of D and E you should show a pin. ഒരു pin കാണിക്കണം. And where is that pin coming from? It is being projected from a disc which is keyed to shaft A. ആ ഷാഫ്റ്റ് എയിലേക്ക് കീ ചെയ്യുന്ന ഡിസ്ക് ആണ്. ഡിസ്ക് മീൻസ് ദിസ് മച്ച് പെർട്ടിക്കുലർ പോർഷൻ ആയിരിക്കും. And is keyed to shaft A via an arm. So ഈ പോയിന്റ് എന്നാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? എ എന്താണ്? സി. ഗിയർ ബി is mounted on F while gear C is mounted on shaft A. But within the given conditions A and F are supposed to be coaxial. That means A യും F എന്തായിരിക്കും? ഇതിന്റെ ഒക്കെ സെന്റർ എന്തായിരിക്കും? And moreover B and C are concentric also. So A and F are coaxial as well as B and C are concentric. That means എല്ലാത്തിന്റെയും സെന്റർ എന്തായിരിക്കണം? ഒരു സിംഗിൾ പോയിന്റ് ആയിരിക്കണം. So we should have a center somewhere here. വേണ്ടേ? Yes, sir. Okay. Yes, sir. So now connecting these two, draw the arm. Let this be my arm. Now where will be A and F? A and F എവിടെ ഇരിക്കും? ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവും. A യും F ഉം. Correct? Yes, sir. Yes, sir. അല്ലേ? കറക്റ്റ് അല്ലേ? Yes, sir. Fine. So if I have this figure, ഈ ഫിഗർ ഒന്നും കൂടി റീചെക്ക് ചെയ്യ്, കറക്റ്റ് ആണോ നോക്ക്. ബിക്കോസ് when I have this one, I can ignore this figure now. ഇനി ഇതിന്റെ ആവശ്യമില്ല. കാരണം എന്താ? This is a simplified version of this one. Same ആണ്. You have an arm
I'll simply, ഞാൻ just mark ചെയ്യുന്നതാണ് for my convenience. A, F both are located here. ഇവിടുന്നാണ് ഇങ്ങനെയാണ് ഉണ്ടാവുക ഷാഫ്റ്റ് perpendicular to the plane of the board അല്ലേ. So A and F ഇവിടെയുണ്ട്. Then from them an arm is originating to the center of E. E and D are concentric and compound. E measures with B as while D measures with C. Correct അല്ലേ? sir. Clear അല്ലേ? Yes, sir. Hi. Yes, sir. Any next stage എന്താ? Step 1 completed ആണ്. What will be step 2? Number of teeth. Very good. One component has a missing data, number of teeth illa. So you have to find out the number of teeth. For that one, formulate an equation with the radian. എങ്ങനെ ഈ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുക? Think. ആലോചിച്ചിട്ട് പറ. See, these are purely related with only geometry. വേറെ ഒന്നും ഇതിലില്ല. പെട്ടെന്ന് പറ. ഇതൊന്നും ഇങ്ങനെ ടൈം കളയാൻ പാടില്ല. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞു തരണേ. എനിക്കും അറിയില്ല ഇപ്പൊ അത് ചെയ്യുന്നത്. സോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, നൗ വാട്ട് വിൽ ബി ദിസ് ഡാറ്റ? ഈ ലെങ്ത് എന്താണ്? റേഡിയസ് ഓഫ് സി അല്ലേ? ആർ സി ആണ് അല്ലെ. ലെറ്റ് us put RC on one side of the equation. Let it be our left hand side. Now RC can be equated to what? Sum of certain radii. എന്തിന്റെയൊക്കെ സം ആയിരിക്കും? റേഡിയസ് ഓഫ് ബി ആർ ബി പ്ലസ് റേഡിയസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് ആണ് അല്ലെ, പ്ലസ് ദിസ് ഡിസ്റ്റൻസ് ആണ്, ഈ ഡിസ്റ്റൻസ് ആണ്. വാട്ട് വിൽ ബി ദിസ് ഡിസ്റ്റൻസ്? ദിസ് ഡിസ്റ്റൻസ് വിൽ ബി വാട്ട്? റേഡിയസ് ഓഫ് ബി മൈനസ് റേഡിയസ് ഓഫ് ഇ അല്ലേ, അല്ലേ? Okay, this will be e distance and this will be RD. This will be RD. We are supposed to obtain this distance. We are supposed to obtain this. This is the required distance. So that will be what? RD minus this small distance. This small distance, this will be RE. Correct alle? So RB plus what? Radius of B plus RD minus R. RD minus RE. Is that the equation? Yes, sir. Now directly what we can switch over the terms with number of teeth. So TC, what is TC? TC is equal to TB plus TD minus TE. What will be TC? 82 equal to 80 plus 28 minus TE. Answer, tell me, what will be TE? 80 plus 28, 82 minus 80 plus 28. 26. 26. 26 ആയിരിക്കണ്ടേ? Yes, sir. 26 അല്ലേ? Sir. So first requirement is fulfilled. Number of teeth on E കിട്ടി, which is 26. I hope E equation how we have formulated this equation, that is the significant part.
ആ ഇക്വേഷൻ കിട്ടിയ then ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആ ഇക്വേഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? യു ഹാവ് ടു ഒബ്സർവ് കെയർഫുള്ളി, നന്നായി ശ്രദ്ധിച്ചിട്ട് വിത്തിൻ ദ ജോമെട്രി ട്രൈ ടു ഫോർമുലേറ്റ് an ഇക്വേഷൻ. കറക്റ്റ് അല്ലേ? കിട്ടിയില്ലേ? Yes, sir. Yes, sir. Okay. Now, as we have obtained the value of number of teeth on all the components, we can directly go for what? Drawing the tabular diagram. Right? Speed of components. Yes, speed in the this will be conditions of motion. Okay. So I'll start with my arm. Arm ഏതാണ്? Which is my arm here? Arm നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. So ഞാൻ arm തന്നെ എഴുതുന്നു. ARM, arm. Arm കഴിഞ്ഞിട്ട് see, I have told you whichever order you're comfortable with, you can go with that order. What I'm going to do is I'll start with B. ഞാൻ B എഴുതും, പിന്നെ I'll go for the compound gear DE. Then I'll end up with C. Okay, I'll finish off with C. Now, first condition എന്താ? ഞാൻ conditions എഴുതണ്ടല്ലോ. എഴുതണോ ഇനി? എഴുതണോ? വേണ്ട sir. വേണ്ട sir. Okay, so first condition will be arm is fixed, giving a positive rotation, +1 rotation to B. +1 എന്ന് പറഞ്ഞാൽ anti-clockwise ആണ്. So condition number 1, accordingly, what will the value of arm? ഇവിടെ values എന്തായിരിക്കും? Arm is fixed ആണ്. So there won't be any revolutions for arm. Its speed will be 0. What will be the speed of B? +1, അല്ലേ? And what will happen to DE? DE ൽ എന്താ സംഭവിക്കുക? പറ. B is in contact with E ആണ് അല്ലേ? B and E. എടാ കുറച്ച് സ്പീഡപ്പ് ആണ്, നിങ്ങൾ ആലോചിക്കാൻ ഒരുപാട് സമയം എടുക്കാൻ പാടില്ല. എന്താണ് ആ കോളത്തിൽ ഞാൻ എഴുതണ്ടേ? B is in contact with E ആണ് അല്ലേ? So compound gear D E ആണല്ലേ? So NE by NB should be equal to what? TB by TE. So NE will be equal to what? TB by TE multiplied with NB. Correct? So this will be what? TB by TE. അല്ലേ? NB എന്താണ്? +1 ആണ്. And the sign will be what? ഇവിടെ എന്തായിരിക്കും sign? Positive. Positive. Positive ആയിരിക്കണ്ടേ? കാരണം if B is rotating in the anti-clockwise direction, since B is having internal teeth and E is having external teeth, when they are in combination, what will happen? B will force F to rotate in the same direction. So if B rotates in the anti-clockwise direction, E also should rotate in the anti-clockwise direction. So the sign won't change, it will remain positive itself. What will happen to C now? C ആയിട്ട് എന്ത് സംഭവിക്കും? C എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത്? C depends on the speed of DE അല്ലേ? ഇവിടുന്നാണ് C ലേക്ക് കണക്ഷൻ വരുന്നത്. So for C equation എങ്ങനെ എഴുതണം? NC by ND should be equal to TD by TC അല്ലേ? So NC will be equal to what? TD by TC multiplied with ND അല്ലേ? അല്ലേ? Yes, sir. Yes, sir. What is ND? ND ഈ ഡാറ്റ അല്ലേ? TB by TD അല്ലേ? ഇതല്ലേ? Yes, sir. Yes, sir. And what will be the sign for this one? So this will be TD by TC multiplied by TB by TE, and the sign will be what? Positive itself. Change ആവോ? ഇല്ല. കാരണം എന്താ? If E is rotating in the anti-clockwise direction, D also should rotate in the anti-clockwise direction. Now, as D is combining with C and C is having internal teeth, D will force C to rotate in the same direction. So this will again be positive. Is it clear? First data clear or no? First row data, is it clear for everyone? Yes, sir. Yes, sir. Okay. So what you have to do is complete the tabular column.
give me the answers tomorrow. You find out all the values. Okay? Okay, sir. Okay, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, this is the only condition that you have to apply. If shaft A makes 800 rpm, find speed of shaft F. Shaft A makes 800 rpm. Think, shaft A 800 ആണെങ്കിൽ, see, shaftനെ പറ്റിയുള്ള ഒരു മെൻഷനിങ്ങും ടേബിൾ ഇല്ല. Which of the value will you substitute 800 rpm? That you have to decide carefully. Find the speed of shaft B. Again, no shaft or the contents regarding shaft is mentioned, nothing is mentioned in the table. So finding speed of shaft F means something related to this data you are supposed to find out. Adendana, which can you relate with shaft F? These are the two decisions that you have to make. Okay. Idu naalathekku cheyana. Okay, sir. Okay, we'll stop with planetary guillotine system for the time being, and we'll go to the last section of module 5 in the next class. Clear? Okay, sir. ഞാൻ നേരത്തെ പറഞ്ഞു, ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഈ ന്യൂമറിക്കൽസിൽ.